എന്തോന്ന് മമ്മക്ക് ഇന്നലെ രാത്രി തോട്ടത്തിലുള്ളവരെല്ലാം കൂടി ആലുമുട്ടി കൂടിയത്? ഗോപി സാറ് ക്ലാസ് എടുത്തതാ. അത്രേ ഉള്ളൂ, അതിനാണ് ഈ ആൾക്കൂട്ടം. ഞാനും പണ്ട് എത്ര ക്ലാസ് എടുത്തവനാ. ചെയ്താനെ നീ എടുത്ത എച്ച് ക്ലാസ് ബാല്യക്കാരൻ എടുത്തത് യൂണിയനെ പറ്റിയാ. അത് ശരി. നല്ല കടുപ്പത്തിൽ ചായ എടുത്ത് ഉള്ളത് പറയാലോ, മാഷ ശരിയായ ശിഷ്യൻ തന്നെയാ ബാല്യക്കാരൻ. തമ്മിൽ കത്തിക്കുത്തിന് തയ്യാറായി നിൽക്കുന്നവര് പോലും ഓന്റെ ഒരു 5 വാക്ക് കേട്ടാ മതി തമ്മിൽ കെട്ടിപ്പിടിച്ച് ഞമ്മളെ കാല് വാരുന്ന ഇബ്ലീസേ. കാലാണിയുണ്ടോ നോക്കട്ടെ. എന്റെ തലയിൽ ഊരി വീണാണ് ഞമ്മളെ കായമ തറച്ചിട്ടുണ്ട്. തന്റെ കാലിന് പറ്റിയ ഒന്നാം തരം ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിയേ. മമ്മദക്ക, ഇത് വല്ല കുഷ്ഠരോഗികളിലും കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ടൊന്നതായിരിക്കും. ഏയ് ചെറുപ്പായി ടൗണിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോ അമ്മായിയപ്പനും മരുവനും തമ്മിലുള്ള പിണക്കൊക്കെ തീർന്ന? ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലാ. ഞാൻ ഇറങ്ങാൻ നേരത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. കർത്താവേ, അവൻ പോണ വഴി വണ്ടി മറി ചാവണേ തന്നെ. അവൻ കാരണം പട്ടി നടക്കണോണ്ടല്ലേ ഞാൻ ഈ ചെരുപ്പുമായിട്ട് തുടങ്ങിയത്. ഇത് എത്ര കാശില്ല. ഇത് രണ്ടും ഒരു കാലിലുള്ളതാണല്ലോ. നമുക്ക് ഇത് ഇടാൻ വലത്ത് ഭാഗത്ത് ഞമ്മക്ക് ഒരു കാലം കൂടെ വേണ്ടി വരും. ചേട്ടാ, എന്ത് പറ്റി? ഒരു കാര്യം ചെയ്യും, ഒന്ന് താനെടുത്തോ, ഒന്ന് കൊച്ചു കാര്യം ഇടോ. കച്ചവടം അയ്യോ, അറിയാതെ സംഭവിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കൂ. ഒരു മിനിറ്റ്. ഇതാ, ഇതുകൊണ്ട് പോയി ഒരു പുതിയ ഷർട്ടും മുണ്ടും മേടിക്കൂ. ഞാൻ കഴുകിത്തരാം. വേണ്ട വേണ്ട, ഔദാര്യമൊന്നും വേണ്ട. കുറെ കൂടി സ്പീഡിൽ പോയി 10 പേരെ കൂടി കുളിപ്പിക്കാൻ നോക്ക്. ആശങ്ക കാലത്ത് ഇറങ്ങും കാറോടുക്കൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കാൻ. എനിക്ക് വേറെ ജോലി വേണ്ടേ? അടക്കുക അങ്ങനെ. ഇതിനെല്ലാം വിമലേ, വിമലേ, നിന്നെ കാണാനാ ഞാൻ വന്നത്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അച്ഛൻ ഓരോന്ന് ചെയ്യുന്നതിന് നീ എന്നോട് പരിഭവിക്കരുത്. ഞാൻ പരിഭവിച്ചില്ലല്ലോ. നിനക്ക് ചെലവിനുള്ള കാശ് തരാനാ ഞാൻ വന്നത്. വേണ്ട സിന്ധു, എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. ഞാനാ തരുന്നത്. ഗോപിയേട്ടനുള്ളതുകൊണ്ട് എനിക്കിപ്പോ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ചോദിക്കാം. ശരി, ആവശ്യമുള്ളപ്പോ ചോദിക്കാൻ മടിക്കരുത്. പിന്നെ വിമലേ, എനിക്കൊരു അബദ്ധം പറ്റി. കാർ ഓടിച്ച് വരുന്ന വഴിക്ക് ഒരാളുടെ ദേഹത്ത് മുഴുവൻ ചെളി തെറിപ്പിച്ചു. വേറെ വല്ലവരാണെങ്കിൽ എന്റെ കരണത്തടിച്ചേനെ. ഞാൻ പുതിയ ഷർട്ടും മുണ്ട് മേടിക്കാൻ കാശ് കൊടുത്തിട്ട് മേടിച്ചില്ല. ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് അതും സമ്മതിച്ചില്ല. ആളാരാ? ആർക്കറിയാം, പക്ഷേ നല്ല മനുഷ്യൻ. ഇതെന്താ ചേട്ടൻ നനച്ചു പിഴിഞ്ഞോണ്ട് വന്നിരിക്കുന്നത്? സിന്ധു, ഇതാണ് ഗോപിയേട്ടൻ. ഇതെല്ലാം നനച്ചു പിഴിഞ്ഞ് എന്തിനാണെന്ന് നീ അങ്ങോട്ട് ചോദിക്കേ. വിമലേ, ഞാനിപ്പോ പറഞ്ഞില്ലേ? അയ്യോ, ചേട്ടനെയാണോ ചെളി തെറിപ്പിച്ചത്? ചേട്ടാ, ഇത് മുതലാളിയുടെ മോളാ. ഓ, അതുകൊണ്ടായിരിക്കും കാർ ഓടിക്കുമ്പോ കണ്ണ് കാണാൻ പാടില്ലാത്തത്. അയ്യോ ചേട്ടാ, സിന്ധുവിന് അങ്ങനെയുള്ള അഹങ്കാരമൊന്നുമില്ല. അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. അത് സാരമില്ല. എനിക്ക് മുതലാളി ഒന്ന് കാണണം. അയ്യോ വേണ്ട, ഇഷ്ടമില്ലാത്ത രീതിയിലാണ്
അച്ഛൻ നിങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അതാ കാണണമെന്ന് പറഞ്ഞത്. വേണ്ട ചേട്ടാ, മുതലാളിക്ക് നമ്മളോട് വെറുപ്പാണ്. സിന്ധു ഇവിടെ വന്നറിഞ്ഞാൽ പോലും മുതലാളി വഴക്ക് പറയും. അതെ, ഞാൻ പോട്ടെ വിമലേ. സിന്ധു പോയിക്കോളൂ. വരട്ടെ, എന്നോട് ക്ഷമിക്കൂ. ഇനി തരൂ. ഈ ഷർട്ടൊന്നിട്ടേ ഡാക്ടറെ കാണാൻ പോകേണ്ടതല്ലേ? ഡോക്ടറെ അടുത്ത് പോകാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്താടാ, റെഡിയായോ? പക്ഷെ ഷർട്ടിടാൻ സമ്മതിക്കുന്നില്ല. ജനകിമ്മേ, ആ ഷർട്ട് ഒന്ന് ഇടിച്ചേ. പല പ്രോഗ്രാമുകളും മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചേട്ടനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഷർട്ടൊന്നെടുത്ത് ഒന്നിട്ടേ. എന്തിനാ വരുന്നത്? ഡോക്ടർ ചേട്ടന് ഷോക്ക് കൊടുക്കുമ്പോ അവിടെ നിന്ന് ബഹളം വെക്കാൻ. ഞാനൊരു ബഹളവും ഉണ്ടാക്കുകയില്ല. വരേണ്ടെന്നല്ലേ പറഞ്ഞത്? അമ്മയ്ക്ക് ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ ഇദ്ദേഹത്തിന്റെ സ്റ്റീരിയോ മാറുമോ? കൂട്ടിട്ട് വാ. ആര്? ബാബു. ഞാൻ ചേട്ടനെ ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഗോപിയെ കുറിച്ച് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഉറപ്പായ ചേട്ടനെ കൊണ്ടുപോകും. എന്താ, അവൻ പിന്നെയും നിങ്ങളെ കാണാൻ വന്നിരുന്നു? ഇല്ല, ഇപ്പോ ഈ ബംഗ്ലാവ് തോട്ടവുമെല്ലാം നിങ്ങളുടേതല്ല എന്ന് സ്ഥാപിക്കാനാണ് അവന്റെ നീക്കം. പിന്നെ അവന്റെ തന്തയെ വകയാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയും. അവനെ ലോക്കപ്പിൽ കയറ്റി 4 കൊടുക്കാമെങ്കിൽ അവൻ ഉടനെ ഈ സ്ഥലം വിട്ടു പോകും. അവൻ അടിയിലൊന്നും ഭയപ്പെടുന്നവനല്ല മുതലാളി. പണ്ടേ വിപ്ലവകാരിയായിരുന്നുകൊണ്ടാണ് അവനെ കോളേജിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്റെ തത്വശാസ്ത്രം അവൻ അറിയില്ല ബാബു. ചുറ്റിനും പീരങ്കികൾ മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആവി പറക്കുന്ന ചായ ചുണ്ടിൽ നിന്നും എടുക്കാതെ കുടിച്ചുകൊണ്ടിരുന്നയാളാണ് നെപ്പോളിയൻ. അദ്ദേഹമാണ് എന്റെ ആദർശ പുരുഷൻ. എന്തായാലും ഗോപിയെ നേരിടുന്നത് വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നിൽ നിന്നുള്ള എല്ലാ സഹായവും എപ്പോഴും ഉണ്ടായിരിക്കും. ഡോക്ടറെ കണ്ടിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം. ബാബു സ്റ്റേഷനിലേക്കല്ലേ? ഞാൻ കൊണ്ടുവിടണം? വേണ്ട, ജീപ്പുണ്ട്. ഓക്കെ, വരട്ടെ.